അവർ മനോഹര ദേശത്തെ നിരസിച്ചു കളഞ്ഞു. സ്തോത്രം. എനിക്കത് വേണ്ട എന്ന് ഇസ്രായേൽ പറഞ്ഞു. അവരുടെ പ്രവർത്തികൾ അതിനെ വെളിപ്പെടുത്തി എന്നാണ് തിരുവെഴുത്തിൽ പറയുന്നത്. 25-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയും ഇരുന്നു. അതുകൊണ്ട്, അങ്ങനെ അവർ ചെയ്തതുകൊണ്ട് അവർ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ജാതികളുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തൻ്റെ കൈ ഉയർത്തി സത്യം ചെയ്തു. സ്തോത്രം. പിറുപിറുപ്പ്, തൃപ്തിയില്ലായ്മ ദൈവമുമ്പാകെ ഒരു വിലയേറിയ പാപം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാമത്തെ പാപങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒന്നായി നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ദൈവദാസൻ പറഞ്ഞ വളരെ ദൈവത്തിന് ദുഃഖം വരുത്തുന്ന തെറ്റുകളിലൊന്നാണ് പിറുപിറുപ്പ്. നന്നായി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ, തിരിച്ചറിയാൻ കഴിയാതെ പിറുപിറുത്ത് പോകുന്ന ഒരനുഭവം ദൈവത്തെ നിരസിക്കുന്നതിന് തുല്യമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ദൈവ വഴികളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും പിറുപിറുക്കരുത്. ഇസ്രായേലിന് കനാൻ ദേശം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഏറ്റവും ഒടുവിൽ ദൈവം അതിൻ്റെ കണക്ക് വരെ ഇതും കൂട്ടി നിങ്ങളിപ്പോൾ 10 പ്രാവശ്യമായി എൻ്റെ നേരെ സംസാരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ മാനുഷിക ബുദ്ധി വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഗ്രഹിക്കാനുള്ള ജ്ഞാനമുള്ളവരൊന്നുമല്ല. നമ്മുടെ കണ്ണിന് കാണുന്നതല്ല നമുക്ക് പ്രയോജനം. സ്വർണം വളരെ വിലയേറിയതായ ഒരു മെറ്റലാണ്. ഇപ്പോൾ ഓരോ ദിവസവും വില കൂടിക്കൂടി വരികയാണ്. എന്നാൽ വിശക്കുന്ന ഒരാളിൻ്റെ അടുത്ത്, വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു 2 കിലോ സ്വർണം അവിടെ കൊണ്ടുവച്ചിട്ട് അവനൊരു പ്രയോജനവുമില്ല. വിറ്റ് കാശാക്കി കഴിക്കാം, അതല്ല പറഞ്ഞത്. വിശപ്പുള്ളവൻ ആവശ്യം ആഹാരം. മുങ്ങിച്ചാകാൻ പോവുകയാണ് ഒരാൾ വെള്ളച്ചാട്ടത്തിൽ കിടന്ന്. അവൻ്റെ കയ്യിൽ ഒരു 5 കിലോ സ്വർണം കൂടെ എടുത്തു കൊടുത്തു, വച്ചോ. സ്തോത്രം. അവന് അത് കയ്യിലുണ്ടെങ്കിൽ അവൻ മുങ്ങി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം 2 കൈയും കൂടെ ചേർത്ത് പിടിച്ചാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ചിലർ മുങ്ങിച്ചാകാൻ പോകുന്നെങ്കിലും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പലതും. അവന് ഈ ഓടി തേഞ്ഞ് തീർന്ന ഒരു ടയറുണ്ടല്ലോ, അതൊരെണ്ണം എടുത്തിട്ട് കൊടുത്താൽ അവന് അവിടെ അതാണ് രക്ഷ. എത്ര പേർക്ക് ഇന്ന് പകൽ തിരിച്ചറിയാം നിനക്ക് എപ്പോൾ എന്താണ് രക്ഷ വരുത്തുന്നതെന്ന്, നിന്റെ കുടുംബത്തിന് എപ്പോൾ എന്താണ് രക്ഷയ്ക്ക് വേണ്ടുന്നതെന്ന് എനിക്കറിയില്ല, നിനക്കറിയില്ല, എന്നാ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. ആ സമയത്ത് വേണ്ടുന്നതെന്ത്? എത്ര പേർക്കൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇപ്പോൾ എനിക്കാവശ്യമായതെന്തെന്ന് അറിയുന്ന ഒരു സർവ്വവല്ലഭനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ നേരെ കുറ്റം ആരോപിക്കരുത്, ദൈവത്തിൻ്റെ നേരെ പിറുപിറുക്കരുത്. എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഇതെന്തിന് അതെന്തിന് എന്നൊന്നും ചോദിക്കരുത്. എല്ലാറ്റിനെ കൊണ്ടും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയാം? വേദപുസ്തകം പറഞ്ഞു എല്ലാറ്റിനു വേണ്ടി സ്തോത്രം പറഞ്ഞു. സ്തോത്രം, എല്ലാറ്റിനു വേണ്ടി അങ്ങ് സ്തോത്രം പറഞ്ഞു. സ്തോത്രം. തടവറയ്ക്കകത്ത് കിടന്നാൽ സ്തോത്രം പറഞ്ഞു, പത്മോസ് ദ്വീപിനകത്ത് കിടന്നാൽ സ്തോത്രം പറഞ്ഞു. എന്താണ് അതിൻ്റെ പദ്ധതി എന്നൊരല്പം കഴിയുമ്പം വെളിപ്പെടും.
എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഹല്ലേലൂയ. എന്താണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്? ഹല്ലേലൂയ. ഈ ആരുമില്ലാത്ത പത്മോസ് ദ്വീപിനകത്തേക്ക് യോഹന്നാനെ കൊണ്ടുപോയതിന്റെ കാരണം എന്തെന്നുള്ളത് യോഹന്നാൻ ഒരു പക്ഷേ അറിയില്ലെങ്കിൽ ഒരല്പം കഴിയുമ്പോൾ യോഹന്നാൻ മനസ്സിലാകും, ഇങ്ങനെ ഒരു ദൈവിക പദ്ധതിക്കായിട്ടാണ് എന്റെ ദൈവം എന്നെ ഇങ്ങോട്ട് നടത്തുന്നത്. ദൈവത്തിന്റെ വഴികളെല്ലാം തികവുള്ളതാ. അത് കാണാൻ പിറുപിറുക്കുന്നവർക്ക് സാധിക്കത്തില്ല. യോസേഫ് ഒരു പക്ഷേ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് പിറുപിറുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഉയർച്ചയോ മാന്യതയോ ഉണ്ടാകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വാക്ക് മനസ്സിലാവുന്നുണ്ടോ? അവിടെയും ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയത്. അതുകൊണ്ട് പിറുപിറുക്കുന്നത് പലതും നമുക്ക് വേണ്ട അല്ലെങ്കിൽ നൽകുകയില്ല എന്നൊരു തീരുമാനം ദൈവം എടുക്കാൻ കാരണമാകും. 28 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒരു വലിയ സംഭവമാണ് അവിടെ പറയുന്നത്. അനന്തരം അവർ ബാൽ പെയോരിനോട് ചേർന്നു, പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ ദൈവത്തെ കോപിപ്പിച്ചു. പെട്ടെന്നൊരു ബാധ അവർക്ക് തട്ടി. അപ്പോൾ ഫീനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാകുകയും ചെയ്തു. അത് എന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു. ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊക്കെ വളരെ നന്നായി അറിയാവുന്ന ഒരു സംഭവമാണ്. മോവാബ് ദേശത്തൂടെ പോകേണ്ടി വന്നപ്പോൾ അവിടുത്തെ രാജാവായ ബാലാക്ക് ഈ ബിലയാമിനെ വിളിച്ച് അവനോട് പറഞ്ഞു, വരിച്ചെന്നൊന്ന് ശപിക്കണം. ശപിക്കാൻ ചെന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. ശപിക്കാൻ ചെന്ന ബിലയാം 4 സ്ഥലത്തുനിന്ന് ഒരു മലയുടെ മുകളിൽ കയറി. അവിടെ ശപിക്കാൻ പറ്റിയില്ല, അനുഗ്രഹം വന്നു. അപ്പോൾ ബാലാക്ക് സ്ഥലത്തിൻ്റെ കുഴപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്ഥലത്തിനൊരു കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ നീ പോകുന്നിടത്തെല്ലാം നിനക്ക് സംരക്ഷണമാണ്. വേറെ ഒരിടത്ത് കൊണ്ടുപോയി. സ്തോത്രം. ദൈവമക്കൾക്കെതിരെ മാറി മാറിയുള്ള പ്രയോഗങ്ങളും പദ്ധതികളും കണ്ട് നീ പേടിക്കണ്ട. നീ അവിടെ തന്നെ നിന്നാ മതി. അവൻ മാറിക്കൊള്ളും. അവൻ മാറി മാറി പ്രയോഗങ്ങൾ നടത്തിക്കൊള്ളും. നീ ഭയപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ദൈവം നിന്നോടുകൂടെയുണ്ട്. അവൻ എന്തോ ചെയ്തോട്ടെ. സ്തോത്രം. എനിക്ക് തോന്നുന്നു ഇത്രയും മേളിൽ കയറി നിന്ന് ശപിക്കുന്ന ഇവൻ്റെ വാക്ക് ഇവരെല്ലാരെങ്കിലും കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ടിരിക്കാം. സ്തോത്രം എന്നാണ് എൻ്റെ ധാരണ. ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്നെ കാണുകയല്ലേ, അവനിങ്ങനെ മേളിൽ കയറും, അവൻ പൊക്കത്തിൽ നിൽക്കുകയല്ലേ. സ്തോത്രം. ഒന്നും പേടിക്കണ്ട. അങ്ങനെ ആദ്യം വാ തുറന്നത് തന്നെ നമുക്കറിയാമല്ലോ. യഹോവ ശപിക്കാത്തവനെ എനിക്കെങ്ങനെ ശപിക്കാൻ പറ്റും? യഹോവ പ്രാകാത്തവനെ മാത്രമല്ല, യഹോവ അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ജാതിയെ ഞാൻ എന്ത് ചെയ്യാൻ? ദൈവത്തിന് നിന്നെ വർദ്ധിപ്പിക്കണമെന്നും ദൈവത്തിന് നിന്നെ ഉയർത്തണമെന്നും പദ്ധതി ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും വിചാരിച്ചാൽ എന്ത് നടക്കാൻ? ദൈവമക്കളൊക്കെ പറയാം, അവരെല്ലാം കൂടെ എൻ്റെ നന്മയെ തട്ടിക്കളഞ്ഞു, അവരെല്ലാം കൂടെ എനിക്ക് കിട്ടിയ. അങ്ങനെയൊന്നും പറയരുത്. അത് ദൈവത്തെ കൊച്ചാക്കുന്നതിന് തുല്യമാണ്. നിനക്ക് വരേണ്ടുന്നത് ലോകം മുഴുവനും എതിർത്താലും ദൈവം കരുതിയത് വരും. യാതൊരു സംശയവുമില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ പദ്ധതികളും നോക്കിയിട്ടും ദൈവമക്കളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ പറയുന്ന അവർ കാട്ടുപോത്തിന് തുല്യമായ ബലം ഇവർക്കുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം ബാലാക്കും ബിലയാമും കൂടെ ഇരുന്ന് അടുത്തൊരു ഗൂഢാലോചന നടത്തി. ഇനി എന്ത് വഴി? അന്നേരം ബിലയാമിന് ഒരു വലിയ ബുദ്ധി തോന്നി. ഇത് ഒരു രക്ഷയില്ല. എന്താണെന്ന് അറിയാമോ?
ദൈവമാണ് മേലെ നിൽക്കുന്നത്. ഇനി അവർക്ക് എന്തെങ്കിലും താഴ്ച ഭവിക്കണമെങ്കിൽ ദൈവം ഇവരിൽ നിന്ന് പോകണം. ദൈവം പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പാപം. പാപം. എങ്ങനെ ഇവരെ പാപത്തിലകപ്പെടുത്താം? സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചാൽ ഈ പറഞ്ഞ സംഭവമെല്ലാം അവിടെ എങ്ങനെ അവരുടെ കന്യകമാരൊക്കെ ക്ഷണിച്ചു, ഇവർ പോയി അവർക്കുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ തുടങ്ങി വന്നപ്പോൾ ദൈവകോപം. ബാലാക്കടിച്ചില്ല, ബിലയാം അടിച്ചില്ല, ദൈവ ബാധ അവരുടെ മേൽ വന്നു. സ്തോത്രം പറയാം. ഈ ദൈവമക്കൾക്ക് നേരെ വരുന്ന പലതും പിശാചിൻ്റെ പരിപാടിയല്ല, ദൈവത്താൽ. അത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആ ബാധ നിർത്തൽ ചെയ്യാൻ, ആ പാപത്തെ അങ്ങ് മാറ്റണം. അല്ലാതെ ഒരു വ്യക്തി ഇടയ്ക്ക് നമ്മുടെ ക്യാമ്പിന്, യൂത്തിൻ്റെ ക്യാമ്പിന് വന്ന ഒരു ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റർ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, കുറേ ഈച്ച വന്നിങ്ങനെ പൊതിയാണ്. ഇപ്പം 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഈച്ചയെ അടിക്കാൻ സ്പെഷ്യൽ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്, അടിക്കുകയാണ്. അവരെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴും ഈച്ച പിന്നെയും വരുന്നു. എല്ലാം നോക്കിയിട്ട് ഈച്ച മാറുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഈച്ചയ്ക്ക് ഇഷ്ടമുള്ള സാധനം അവിടെ ഇരിക്കുകയാണ്. ഈച്ച പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആളിനെ കൂലിക്കൊന്നും നിർത്തണ്ട. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നീ വെപ്രാളപ്പെട്ട് പൈസയൊക്കെ കൊടുത്ത് പ്രവാചകന്മാരെയൊക്കെ വിളിച്ച് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അതിനെ നിന്നിൽ നിന്ന് മാറ്റാൻ തയ്യാറാക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിനിടം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനിടം കൊടുക്കണം. പിശാചിനിടം കൊടുത്തു, ദൈവത്തിൽ നിന്ന് ബാധ വന്നു. ഫീനെഹാസ് ആ തെറ്റിന് ഒരു പരിഹാരം വരുത്തി. എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. അന്നേരമാണ് ഫീനെഹാസ് എന്ത് ചെയ്തത്? അവർ ഇവിടെ വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ പിന്നീട്. അവിടെ ചെന്ന് അതിൻ്റെ കുന്തമെടുത്ത് ആ പാപകർമ്മത്തെ ഇല്ലാതാക്കി. വേദപുസ്തകം പറയുന്നു, ഫീനെഹാസിന് അത് തലമുറയായി നീതിയായി എണ്ണിയിരിക്കുന്നു. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ പാപം കണ്ട കൂട്ട് നിൽക്കരുത്. പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നിർത്തൽ ചെയ്യാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കിയാൽ തലമുറയായി ദൈവം അത് നീതിയായി നിനക്ക് കണക്കിടും. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞാൽ നീ പോയാൽ കിട്ടേണ്ട അനുഗ്രഹം കിട്ടത്തില്ല. തലമുറയായി നീതിയായി ദൈവം ആർക്ക് കണക്കിട്ടു? ഫീനെഹാസിന്. കാരണം ആ തെറ്റിനെ അവൻ ഇല്ലാതാക്കി. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തെറ്റിനെ ഇല്ലാതാക്കിയ നമുക്കും രക്ഷയാണ്. അവൻ തെറ്റ് ചെയ്താൽ നമുക്കെന്തെന്ന് നോക്കരുത്. ഒരാഹാൻ തെറ്റ് ചെയ്താൽ ഇസ്രായേൽ മൊത്തം അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. മെരീബ വെള്ളത്തിലും അവർ എന്ത് ചെയ്തു? അവനെ കോപിപ്പിച്ചു. അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു. കണ്ടോ? ഇവരെല്ലാം കൂടെ കുഴപ്പമുണ്ടാക്കിയപ്പോൾ ആ കുഴപ്പത്തിനകത്ത് മോശയും പെട്ടുപോയി. ആവശ്യമില്ലാത്ത 2 വാക്ക് അതടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അവർ അവൻ്റെ മനസ്സിനെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. ലോകത്തിൽ ഇന്നേ വരെ ജനിച്ചിട്ടുള്ളതിൽ ഏറ്റവും സൗമ്യനാണ്. സൗമ്യന്മാരുടെ ലിസ്റ്റ് എടുത്താൽ നമ്പർ 1
അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കണമെങ്കിൽ യുവന്മാർ കാണിച്ച ആ ഒരു പ്രകോപനം എങ്ങനെ ഉണ്ടായിരിക്കും? അവർ ജാതികളോട് കലർന്നു, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു, സ്തോത്രം എന്നിങ്ങനെയൊക്കെ തുടങ്ങി താഴോട്ടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ പലപ്പോഴും ശത്രുക്കൾക്ക് കീഴടങ്ങേണ്ടി വന്നു. അവരെ പകച്ചവർ അവരെ എന്ത് ചെയ്തു? ഭരിച്ചു എന്നിങ്ങനെയെല്ലാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ ഒരു പ്രാർത്ഥനയോടെയാണ് അത് നിർത്തുന്നത്. എന്താണ്? ഞങ്ങളുടെ ദൈവമായ യഹോവയേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ദൈവമായ യഹോവയേ, ഞങ്ങളെ അങ്ങക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല.